ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ചുട്ടരച്ച ഒരു ചമ്മന്തിയാണ്. കപ്പയ്ക്കും ചോറിനും കഞ്ഞിക്കും ഒപ്പം എല്ലാം പറ്റിയ വളരെ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും റെഗുലറായിട്ട് കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ബട്ടണും കൂടെ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഉള്ളി 30 എണ്ണം, ഉണക്കമുളക് 12 എണ്ണം, ഒരു തണ്ട് കറിവേപ്പില, വാളൻപുളി ഒരു ചെറിയ നെല്ലിക്ക ഉരുള വലിപ്പത്തിൽ, പഞ്ചസാര 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു ഫ്രൈയിങ് പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് വേണം ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. എങ്കിലേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന 12 മുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഞാൻ എണ്ണയെടുപ്പ് മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് പിരിയൻ മുളക് ഇട്ട് കൊടുക്കുക. പിരിയൻ മുളക് ആകുമ്പോൾ അതിൽ എരിവ് കുറവായിരിക്കും. അപ്പോൾ ഒരു 15 18 പിരിയൻ മുളക് വേണം ഇടാനായിട്ട്. ഇതിപ്പോൾ ഞാൻ എരിവ് കൂടുതലുള്ള റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഉണക്കമുളകെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിയിച്ച് ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുളകെല്ലാം ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് ഉള്ള വെളിച്ചെണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു 30 എണ്ണം എടുത്തിട്ടുണ്ട്. രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് മൊരിഞ്ഞു പോകരുത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നേച്ചാൽ മതി. ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ ഉള്ളിയെല്ലാം കൂടെ ഒരു വശത്തേക്കൊന്ന് മാറ്റി വെക്കാം. പാനൊന്ന് ചെരിച്ച് വെച്ചിട്ട് ഇതേപോലെ ഉള്ളിയെല്ലാം ഈ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കുമ്പോൾ വെളിച്ചെണ്ണ താഴേക്ക് ഊറി വരും. ഈ വെളിച്ചെണ്ണയോട് കൂടി ഇത് അരച്ചെടുക്കരുത്. ഇതിൻ്റെ ചൂടാറി വന്നതിന് ശേഷം ഈ ഉള്ളിയും പുളിയും ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കുക. ഈ വെളിച്ചെണ്ണ നമുക്ക് അവസാനം ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മൊരിയിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ആദ്യമേ ഒന്നിച്ച് അരച്ചെടുക്കാതെ ഉണക്കമുളക് ആദ്യമേ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഉണക്കമുളക് ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഉണക്കമുളക് ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പുളി, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴറ്റിയതിൻ്റെ ചൂട് ആറി വന്നതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. അതേപോലെ തന്നെ വെളിച്ചെണ്ണയോട് കൂടി ഇത് അരയ്ക്കരുത്. വെളിച്ചെണ്ണയിൽ നിന്ന് ഇതിനെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതെല്ലാം മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് മയത്തിൽ അരച്ചെടുക്കരുത്. ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. നമ്മുടെ ചമ്മന്തി ഇപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു രീതിയിൽ തരിതരിപ്പായിട്ട് വേണം ഇതിനെ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി മൂപ്പിച്ച ആ ഒരു വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ആ ഉള്ളി മൂപ്പിച്ച വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചുട്ടരച്ച മുളക് ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും വളരെ സിമ്പിളായിട്ടുള്ള ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കപ്പയ്ക്കൊപ്പവും ചോറിനും കഞ്ഞിക്കും ഒപ്പവും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ഈ നോയമ്പ് കാലത്ത് നമുക്കിത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.